നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പൂരം വിവാദമാക്കി നേട്ടം കൊയ്യാൻ BJPക്ക് സർക്കാർ അവസരമൊരുക്കുകയാണെന്നും DCC പ്രസിഡന്റ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അത് പുറത്തുവരണമെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ. പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിയേർക്കുന്നത് തനിക്ക് യോജിപ്പില്ലെന്നും സുനിൽകുമാർ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. ദേവസ്വത്തെ കരിവാരി തേക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ദുഃഖമുണ്ടെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങിപ്പുറം സ്വദേശി പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തൃശൂർ കാമത്തിൽ ലൈനിലെ ഹോസ്റ്റൽ ഉടമ മുരളി, റോഡിലൂടെ നടന്നുപോയ മറ്റ് 2 പേർക്കുമാണ് കുത്തേറ്റത്. ഒല്ലൂർ സെന്ററിൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ബസ്സിലുണ്ടായിരുന്ന 5 അയ്യപ്പ ഭക്തർക്കും ബസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്ക്. മോളി, ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. കയ്പമംഗലത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ മജീദിന്റെ മകൻ 32 വയസ്സുള്ള അബ്ദുൾ ഹക്കീമാണ് മരിച്ചത്. വയോധികയുടെ മാല മോഷ്ടിച്ച പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി സെന്തിൽ എന്ന ശരവണനെയാണ് പഴയന്നൂർ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിപ്പിൽ. ഗ്രാമിന് 240 രൂപ കൂടി 14,460 രൂപയും പവന് 1920 രൂപ കൂടി 1,15,680 രൂപയുമായി. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മാതാവിന്റെ പെൻഷൻ തടഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റും BJP നേതാവുമായ കൃഷ്ണപ്രസാദിന്റെ മാതാവിന്റെ പെൻഷനാണ് തടഞ്ഞത്. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം ചൊവ്വാഴ്ച SN ഹാളിൽ നടക്കും. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നടത്തും. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി കവി സച്ചിദാനന്ദൻ രചന നിർവഹിച്ച ഗുരു എന്ന നാടകം 27-28 തീയതികളിൽ സംഗീത നാടക അക്കാദമിയിൽ അരങ്ങേറും. മൂഴിക്കുളം ശാലയുടെ ആഭിമുഖ്യത്തിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. എടത്തിരുത്തി കുട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജാഥ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ഏകാദശിയോടനുബന്ധിച്ച് വില്വാദ്രിനാഥ ക്ഷേത്ര സന്നിധിയിൽ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയം കൃഷ്ണനാട്ടം അവതരിപ്പിച്ചു. MV ഉണ്ണികൃഷ്ണൻ, കൃഷ്ണകുമാർ, K ധർമ്മരാജൻ, ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഭാഗമായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KM സീതി സാഹിബ് അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ KM സീതി സാഹിബ് പുരസ്കാരം മതിലകം പുതിയകാവ് അൽനൂർ സെന്റർ ജുമാ മസ്ജിദിന് പ്രമുഖ ബഹുഭാഷാ പണ്ഡിതൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസി സമ്മാനിച്ചു. KM സീതി സാഹിബ് അനുസ്മരണ സമിതി സംസ്ഥാന പ്രസിഡന്റ് PA സീതി അധ്യക്ഷത വഹിച്ചു. ശ്രീ കേരളവർമ്മ കോളേജ് സ്പോർട്സ് അലുമിനി അസോസിയേഷന്റെ വിന്റേജ് വിക്ടേഴ്സ് സുവനീർ PP സുനീർ MP പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നെല്ലായി വയല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ എഴുന്നള്ളിപ്പിൽ അണിനിരക്കുന്ന ഗജവീരന്മാർക്ക് സ്വീകരണം നൽകി. നെല്ലായി സെന്ററിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണമൊരുക്കിയത്. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും വീഡിയോ നിർമ്മാണത്തിൽ പങ്കാളികളായി. നാളെ മഹാശിവരാത്രി. ശിവരാത്രി ആഘോഷത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മഹാപരിക്രമ നടത്തും. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം ഓഡിറ്റോറിയം പുനർനിർമ്മിക്കുന്നതിന് ആദ്യ ഗഡു അനുവദിച്ചു. 3,07,67,000 രൂപ ചിലവ് വരുന്ന പദ്ധതിയിൽ 25 ലക്ഷം രൂപയാണ് ആദ്യ ഗഡുവായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും തൃശൂർ ലിറ്റററി ഫോറവും ചേറൂർ സാഹിതിയും സംയുക്തമായി വരാക്ഷരങ്ങൾ എന്ന പേരിൽ ചിത്രരചനാ മത്സരവും സാഹിത്യ സംവാദവും സംഘടിപ്പിച്ചു.
തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. KLDC കനാലിൽ വെള്ളമില്ലാത്തതിനാൽ ജില്ലയിലെ 8500ഓളം ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണിയിലാണെന്ന് പടവ് കമ്മിറ്റി. പറപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള 2500 ഏക്കർ കൃഷിഭൂമിയും അടാട്ട്, കൈപ്പറമ്പ്, മുല്ലശ്ശേരി, എളവള്ളി പാടശേഖരങ്ങളിലെ 600ഓളം ഏക്കർ നെൽകൃഷിയുമാണ് വെള്ളമില്ലാതെ ഉണങ്ങുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സെമിനാർ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പയ്യൂർക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണം നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ വിജയൻ പുളിയാശ്ശേരി അധ്യക്ഷനായി. കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ നടത്തി. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏനാമാവ് ഇരുമ്പ്രനെല്ലൂർ AM-LP സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആഘോഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ കലാ സാഹിത്യ പ്രവൃത്തി പരിചയ മേള നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ഉദ്ഘാടനം നിർവഹിച്ചു. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച സഹോദരങ്ങൾക്ക് ശ്വസന ഉപകരണങ്ങൾ നൽകി പൂവത്തൂരിലെ ജെന്റിൽമെൻ ക്ലബ്ബ്. പൂവത്തൂർ ചൂളപ്പുരയ്ക്ക് സമീപം പുളിച്ചാറം വീട്ടിൽ ബഷീറിന്റെയും ഫാത്തിമയുടെയും മക്കളായ ഫിദ, ഫാദിൽ എന്നിവരാണ് അപൂർവ രോഗം പിടിപെട്ട് വലയുന്നത്. ചാലക്കുടി മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി 16 മുതൽ 18 വരെ LDF രാഷ്ട്രീയ വിശദീകരണ വാഹന ജാഥ നടത്തും. KS അശോകൻ ക്യാപ്റ്റനും CV ജോഫി വൈസ് ക്യാപ്റ്റനുമായ ജാഥ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 64ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ തഡ്രക്ഷക് മെഡൽ നേടിയ പെരുമ്പിലാവ് സ്വദേശിനി കമാൻഡന്റ് ഇന്ദു P നായർക്ക് തൃശൂർ ലോ കോളേജിലെ സഹപാഠികൾ ആദരമർപ്പിച്ചു. ഇന്തോളം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജി KV ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.